أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലുള്ള വിവിധ യുദ്ധനീക്കങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് നടന്നു വരുന്നത്. അതോടനുബന്ധിച്ച് ഹസ്രത്ത് താലിബ് ബിൻ അബ്ദുള്ള ലൈസിയുടെ നേതൃത്വത്തിൽ ഫിദക്കിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു സരിയ അഥവാ യുദ്ധനീക്കത്തെപ്പറ്റിയുള്ള പരാമർശവുമുണ്ട്. ഹസ്രത്ത് ബഷീർ ബിൻ സാദ് ഹിജറ 7-ാം വർഷം ശഅബാൻ മാസത്തിൽ 30 ആളുകളോടൊപ്പം ഫിദക്ക് എന്ന പ്രദേശത്തേക്ക് ബനു മുറ ഗോത്രത്തെ ലക്ഷ്യമാക്കി പോയിരുന്നു. ബനു മുറ ഗോത്രക്കാർ ഹസ്രത്ത് ബഷീർ ബിൻ സാദിൻ്റെ എല്ലാ കൂട്ടുകാരെയും ഷഹീദാക്കി. ഇതേക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹസ്രത്ത് ബഷീർ ബിൻ സാദിൻ്റെ കൂട്ടുകാരെ ഷഹീദാക്കിയ വിവരം ലഭിച്ചപ്പോൾ ഹസ്രത്ത് സുബൈർ ബിൻ അവാമിനെ തയ്യാറാക്കുകയും അദ്ദേഹത്തോട് ഹസ്രത്ത് ബഷീർ ബിൻ സാദിൻ്റെ കൂട്ടുകാർ ഷഹീദായ സ്ഥലത്ത് എത്തുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നുവെങ്കിൽ അവരിൽ ആരെയും, അതായത് ശത്രുക്കളിൽ ആരെയും വെറുതെ വിടരുത്. അവർ മുസ്ലിങ്ങളെ പിടികൂടുകയും ദ്രോഹിക്കുകയും വധിക്കുകയും ചെയ്തവരാണ്. അവരിൽ ആരെയും വിട്ടുപോകരുത്. അദ്ദേഹത്തോടൊപ്പം പോകാൻ 200 സഹാബാക്കളെയും തയ്യാറാക്കുകയുണ്ടായി. അവർക്ക് വേണ്ടി പതാകയും നൽകി. ഹസ്രത്ത് ഗാലിബ് ശത്രുക്കളുടെ അടുത്തെത്തിയപ്പോൾ അവർ ചാരനെ, അതായത് അവർ ഹസ്രത്ത് അൽബ ബിൻ സൈദിനെ 10 ആളുകളോടൊപ്പം ശത്രുക്കളുടെ സങ്കേതത്തിലേക്ക് പറഞ്ഞയച്ചു. അവർ ഒരു സംഘത്തെ അവിടെ കണ്ടു. ഹസ്രത്ത് ഗാലിബിൻ്റെ അടുക്കൽ തിരിച്ചു വന്ന് എല്ലാ സംഗതികളും വിവരിച്ചു. ഹസ്രത്ത് ഗാലിബ് മുന്നോട്ട് നീങ്ങി ശത്രുക്കളുടെ വളരെ അടുത്തെത്തി. എത്രത്തോളം എന്നാൽ അവരെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ശത്രുക്കൾ വളരെ ശാന്തമായി കിടന്നുറങ്ങുകയായിരുന്നു. പിന്നെ ശത്രുക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏകനായ പങ്കുകാരിൽ ഇല്ലാത്തവനുമായ അള്ളാഹുവിൻ്റെ ഭയഭക്തി സ്വീകരിക്കാൻ ഉപദേശിക്കുകയാണ്. ശത്രുക്കളോടല്ല, തൻ്റെ കൂട്ടുകാരോടാണ് പറഞ്ഞത്. പറഞ്ഞു, ഏകനും പങ്കുകാരില്ലാത്തവനുമായ അള്ളാഹുവിൻ്റെ തഖ്വ സ്വായത്തമാക്കാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ എന്നെ അനുസരിക്കുക, അനുസരണക്കേട് കാണിക്കരുത്. എൻ്റെ ഒരു ആജ്ഞയെയും ധിക്കരിക്കരുത്. കാരണം അനുസരിക്കാത്തവൻ്റെ യാതൊരു അഭിപ്രായവും സ്വീകാര്യ യോഗ്യമല്ല. ഒരു നിവേദനത്തിൽ ഈ വാക്കുകൾ ഇങ്ങനെ കാണപ്പെടുന്നു, നിങ്ങൾ എന്നെ ധിക്കരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ അമീറിനെ അനുസരിക്കുന്നവൻ എന്നെ അനുസരിച്ചു, അദ്ദേഹത്തെ ധിക്കരിക്കുന്നവൻ എന്നെ ധിക്കരിച്ചു. ആയതിനാൽ നിങ്ങൾ എന്നെ ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നബിയെ ധിക്കരിക്കുന്നവരായിത്തീരും. പിന്നെ അദ്ദേഹം അവർക്കിടയിൽ സാഹോദര്യമുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്ന വ്യക്തികൾ ഇന്ന വ്യക്തികളോടൊപ്പമായിരിക്കും. നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ സഹോദരനെ വിട്ടുപോകരുത്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാൻ ഇടവരരുത്. ഞാൻ തക്ബീർ മുഴക്കും. തുടർന്ന് പറഞ്ഞു, ഞാൻ തക്ബീർ മുഴക്കുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം തക്ബീർ മുഴക്കണം. അങ്ങനെ മുസ്ലിങ്ങൾ യുദ്ധം ആരംഭിക്കുകയും ശത്രുക്കളെ വലയം ചെയ്യുകയുമുണ്ടായി. ഹസ്രത്ത് ഗാലിബ് തക്ബീർ മുഴക്കി, മറ്റ് സഹാബാക്കളും തക്ബീർ മുഴക്കുകയുണ്ടായി. ശത്രുക്കളും യുദ്ധത്തിനു വേണ്ടി തയ്യാറായി വന്നു. കുറച്ചു സമയം യുദ്ധം നടന്നുകൊണ്ടിരുന്നു.
മുസ്ലിങ്ങൾ തങ്ങളെ കൊണ്ടാവുന്ന വിധം ശത്രുക്കളെ വധിക്കുകയുണ്ടായി. അന്നത്തെ ദിവസം മുസ്ലിങ്ങളുടെ മുദ്രാവാക്യം ഉമ്മത്ത് ഉമ്മത്ത് എന്നായിരുന്നു. മുസ്ലിങ്ങൾ നിരവധി ഒട്ടകങ്ങളെയും ആടുകളെയും സമരാർജിത സ്വത്തുക്കൾ എന്ന നിലയ്ക്ക് പിടിച്ചെടുത്ത് അവയെയും തെളിച്ചു കൊണ്ടുവന്നു. ഓരോ വ്യക്തിക്കും 10 വീതം ഒട്ടകങ്ങളെയോ ഒരൊട്ടകവും 10 ആടുകൾ വീതമോ ലഭിക്കുകയുണ്ടായി. മറ്റൊരു സരിയ ഷുജാ ബിൻ വഹബിന്റെ നേതൃത്വത്തിൽ സിയിലേക്ക് പോയതാണ്. ഈ സരിയ ഹിജ്റ 8-ാം വർഷം റബീഉൽ അവൽ മാസത്തിലാണ് ഷുജാ ബിൻ വഹബിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടത്. സി മദീനയിൽ നിന്ന് 5 രാത്രിയുടെ യാത്രാ ദൈർഘ്യമുള്ളതും മക്കയുടെയും ബസറയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശമാണ്. ഹദരത്ത് ഷുജായുടെ പിതാവിൻ്റെ പേര് വഹബ് എന്നായിരുന്നു. ഷുജ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാത്മാക്കളായ സഹാബാക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക നിയോഗത്തിൻ്റെ 6 വർഷത്തിനു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഹബിഷയിലേക്ക് പോകുന്ന മുഹാജിരീങ്ങളുടെ 2ാമത്തെ സംഘത്തോടൊപ്പം ചേർന്ന് ഹബിഷയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. കുറച്ചു കാലത്തിന് ശേഷം മക്കക്കാരെല്ലാവരും മുസ്ലിങ്ങളായെന്ന കിംവദന്തിയെ തുടർന്ന് ഹദരത്ത് ഷുജാ ഹബിഷയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്നതിന് അനുവാദം നൽകിയപ്പോൾ ഇദ്ദേഹം തൻ്റെ സഹോദരനായ ഉഖ്ബ ബിൻ വഹബിനോടൊപ്പം മക്കയോട് വിട പറഞ്ഞു മദീനയിലെത്തി. ഹദരത്ത് ഷുജാ ബദർ, ഉഹദ്, ഖന്തക്ക് തുടങ്ങിയ എല്ലാ യുദ്ധങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. 40 വയസ്സിലധികം ജീവിച്ചിരുന്നു. യമാമ യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. ഏതായാലും ഈ സരിയയുടെ വിശദീകരണത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടർച്ചയായി സി എന്ന പ്രദേശത്തു നിന്ന് ബനു ഹവാസൻ ഗോത്രം ഇസ്ലാമിക ശത്രുക്കളെ സഹായിക്കുകയും മുസ്ലിങ്ങളുടെ സഖ്യ ഗോത്രങ്ങളിലെ ആളുകളെ കൊള്ളയടിച്ച് കാടുകളിൽ ഒളിച്ചിരിക്കുകയുമാണെന്നുള്ള അറിയിപ്പ് കിട്ടിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8-ാം വർഷം റബീഉൽ അവൽ മാസത്തിൽ ഷുജായിനെ 40 യോദ്ധാക്കളോടൊപ്പം ബനു ഹവാസൻ ഗോത്രത്തെ നേരിടുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയുണ്ടായി. ഇവരെ ബനു ആമിർ ഗോത്രം എന്നും പറയാറുണ്ട്. ഇവർ രാത്രിയിൽ സഞ്ചരിക്കുകയും പകൽ സമയത്ത് ഒളിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഓർക്കാപ്പുറത്ത് അവർ രാവിലെ സമയം ബനു ആമിർ ഗോത്രത്തിൻ്റെ തലയ്ക്ക് മീതെ എത്തി അവരെ ആക്രമിക്കുകയുണ്ടായി. ഹദരത്ത് ഷുജാ യോദ്ധാക്കളോട് അവരെ പിന്തുടരേണ്ടതില്ല എന്ന് പറഞ്ഞു. അവരിൽ നിന്ന് നിരവധി ഒട്ടകങ്ങളും ആടുകളും ലഭിച്ചു. അവർ അവയെ തെളിച്ചു കൊണ്ടുവരികയും അത് സമരാർജിത സ്വത്തുക്കളായി ഭാഗിച്ചെടുക്കുകയും ചെയ്തു. അവരിൽ ഓരോ വ്യക്തിക്കും 15 ഒട്ടകം വീതം കിട്ടി. യുദ്ധത്തിന് 15 ദിവസമാണ് ചെലവഴിച്ചത്. മറ്റൊരു സരിയ ഹദരത്ത് കഅബ് ബിൻ ഉമൈറിന്റെ നേതൃത്വത്തിൽ സാത്തു ഇത്ലായിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്. ഈ സരിയ 8-ാം വർഷം റബീഉൽ അവൽ മാസത്തിലാണ് നടന്നത്. ഇത് ഷാമിൽ വാദിയുൽ ഖുറയുടെ പിൻഭാഗത്ത് മോത്ത എന്ന സ്ഥലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ മദീനയിൽ നിന്ന് ഏകദേശം 600 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്നു. ഹസ്രത്ത് കഅബിൻ്റെ കൂടെ 15 സഹാബാക്കൾ ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബനു കലാ ഗോത്രം വാദിയുൽ ഖുറയിൽ നിന്ന് മുന്നോട്ട് മാറി മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി വലിയൊരു സംഘത്തെ തയ്യാറാക്കുന്നു എന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു. സാത്തുൽ ഇത്ലായിൽ എത്തിയപ്പോൾ ഹദരത്ത് കഅബ് ശത്രുക്കളുടെ ഒരു വലിയ സംഘത്തെ കാണുകയുണ്ടായി. അതിനുള്ള കാരണം ഹദരത്ത് കഅബ് പുറപ്പെട്ടപ്പോൾ സാത്ത് ഇത്ല എന്ന സ്ഥലത്തിന് സമീപം ഒരു ശത്രുചാരൻ അവരെ കാണുന്നുണ്ടായിരുന്നു. അയാൾ ഉടൻ തന്നെ തൻ്റെ ആളുകൾക്ക് മുസ്ലിങ്ങളുടെ നീക്കത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുത്തു. അവർ തയ്യാറെടുപ്പ് നടത്തുകയും വലിയ സൈന്യത്തെ ഒരുക്കുകയും ചെയ്തു. സഹാബാക്കൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവർ നിരാകരിക്കുകയാണുണ്ടായത്. അവർ സഹാബാക്കൾക്ക് മേൽ അമ്പെയ്യാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അവരുടെ നീക്കം കണ്ടപ്പോൾ അവരോട് ശക്തമായി പോരാടി. അങ്ങനെ ആ പോരാട്ടത്തിൽ അവർ ഷഹീദാവുകയും ചെയ്തു. അവരിൽ ഒരു സഹാബി കൊല്ലപ്പെട്ടവർക്കിടയിൽ പരിക്കേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരു നിവേദനമനുസരിച്ച് അത് ഹദരത്ത് കഅബ് ബിൻ ഉമൈർ തന്നെയായിരുന്നു. അങ്ങനെ രാത്രി സമയത്ത് കാലാവസ്ഥ അല്പം തണുത്തപ്പോൾ അദ്ദേഹം സവാരിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയിപ്പ് നൽകി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രസ്തുത വാർത്ത വളരെയേറെ ദുഃഖമുളവാക്കി. ഉടൻ തന്നെ അവർക്ക് നേരെ ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവർ അവരുടെ സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നീക്കം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. മോത്ത യുദ്ധം ഇത് ഹിജറ 8-ാം വർഷം ജമാദിയുൽ ആഖർ, അതായത് AD 629 സെപ്റ്റംബർ മാസത്തിലാണ് നടന്നത്. മോത്ത എന്ന സ്ഥലം ഷാമിൻ്റെ അതിർത്തികളിൽ ബൽക്കായുടെ പ്രദേശത്തുള്ള ഒരു ജനവാസ കേന്ദ്രമാണ്. ഇത് മദീനയിൽ നിന്ന് ഏറെക്കുറെ 600 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്നു. ഈ യുദ്ധത്തെ ജയ്ഷുൽ ഉംറ എന്നും പറയാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് അതിന് ഒന്നിലധികം അമീർമാരെ, അതായത് സൈനിക മേധാവികളെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധത്തിനുള്ള സാഹചര്യത്തെപ്പറ്റി പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഹാരിസ് ബിൻ ഉമൈറിനെ ബസ്രയുടെ ഭരണാധികാരിയുടെ അടുത്തേക്ക് സന്ദേശവാഹകൻ എന്ന നിലയിൽ തൻ്റെ കത്തുമായി അയക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മോത്തയിൽ എത്തിയപ്പോൾ അവിടെ ഷർജീൽ ബിൻ അമ്ര ഗസ്സായി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഷാമിലേക്ക് പോവുകയാണ്. ഷർജീൽ ചോദിച്ചു, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവാഹകനോ മറ്റോ ആണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവാഹകനാകുന്നു. അയാൾ തൻ്റെ കൂട്ടുകാരോട് അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കാൻ ആജ്ഞ കൊടുത്തപ്പോൾ അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. അയാളുടെ നിർദ്ദേശപ്രകാരം ബന്ധനസ്ഥനാക്കുക മാത്രമല്ല, ഷഹീദാക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ വളരെയധികം പ്രയാസപ്പെട്ടു. സഹാബാക്കളെ വിളിക്കുകയും അവരോട് ഹസ്രത്ത് ഹാരിസ് ബിൻ ഉമൈറിൻ്റെ ഷഹാദത്തിനെ കുറിച്ചും അദ്ദേഹത്തെ ഷഹീദാക്കിയവരെക്കുറിച്ചും പറയുകയുണ്ടായി. ഇതാണ് മോത്ത യുദ്ധത്തിന് കാരണമായി തീർന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് ഈ യുദ്ധത്തിൻ്റെ കാരണങ്ങളും പശ്ചാത്തലവും വിവരിച്ചുകൊണ്ട് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ തന്നെ ഷാമിൻ്റെ അതിർത്തികളിൽ ക്രിസ്ത്യൻ അറബി ഗോത്രങ്ങൾ യഹൂദികളും കാഫ്രീങ്ങളും പ്രലോഭിപ്പിക്കുന്നതിനനുസരിച്ച് മദീനയെ ആക്രമിക്കാൻ തയ്യാറാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വാർത്തകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെപ്പറ്റി കേൾക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണെന്നറിയുന്നതിന് വേണ്ടി ഷാമിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് 15 ആളുകളുടെ ഒരു സംഘത്തെ അയക്കുകയുണ്ടായി. ഇവർ ഷാമിൻ്റെ അതിർത്തികളിൽ എത്തിയപ്പോൾ അവിടെ ഒരു സൈന്യം ഒരുമിച്ചു കൂടുന്നുണ്ടായിരുന്നു. ഈ സൈന്യം തിരിച്ചു വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിപ്പ് നൽകുന്നതിന് പകരം അവിടെ തബ്ലീഗ് ആരംഭിച്ചു. അത് അക്കാലത്ത് ഒരു വിശ്വാസിയുടെ സത്യസന്ധമായ ലക്ഷണമായി കരുതപ്പെട്ടിരുന്നു. അത്തരം ചിന്തയിൽ വശഗതരായി അവർ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശത്രുക്കൾ പ്രലോഭിപ്പിച്ചതനുസരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നാടിനുമേൽ ആക്രമണം നടത്തി ആധിപത്യം നേടാൻ ആഗ്രഹിച്ചവരെ ഈ ആളുകളുടെ തൗഹീദിനെ സംബന്ധിച്ചുള്ള അധ്യാപനം എങ്ങനെ സ്വാധീനിക്കാനാണ്? അവർക്ക് ഈ തബ്ലീഗ് ഫലപ്രദമാകുമായിരുന്നില്ല. അവർ അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിൻ്റെ അധ്യാപനത്തെക്കുറിച്ച് കേൾപ്പിച്ചു തുടങ്ങിയപ്പോൾ 4 ഭാഗത്തു നിന്നും സൈനികരായ ആളുകൾ വില്ലുകളുമെടുത്ത് അവരെ വളഞ്ഞു അവർക്ക് മേൽ അമ്പെയ്യാൻ തുടങ്ങി. തങ്ങളുടെ തബ്ലീഗിന് മറുപടിയായി തെളിവുകളും കാര്യങ്ങളും സമർപ്പിക്കുന്നതിന് പകരം ശത്രുക്കൾ അമ്പെയ്യുകയാണെന്ന് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ ഓടിപ്പോവുകയല്ല ചെയ്തത്, മറിച്ച് 100 കണക്കിനും 1000 വരുന്ന ശത്രുക്കൾക്ക് മുന്നിൽ തങ്ങളുടെ ജീവൻ രക്ഷിച്ചോടുന്നതിന് പകരം സത്യസന്ധരായ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ആ 15 പേർ ശക്തമായി നിന്ന് അവരോട് അടരാടുകയുണ്ടായി. അങ്ങനെ അതിൽ അവരെല്ലാവരും അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇന്നത്തെ നാമമാത്ര മുസ്ലിങ്ങളും അഹമ്മദികൾക്ക് നേരെ ഇതേ രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സൈനിക സംഘത്തെ അയച്ചുകൊണ്ട് ശത്രുക്കൾക്ക് ശിക്ഷ നൽകാൻ, ഇത്രമാത്രം അക്രമം ചെയ്ത് ശത്രുക്കളെ പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഇതിനിടയിൽ പ്രസ്തുത സൈന്യം, അതായത് അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരുന്ന സൈന്യം അവിടെ നിന്ന് പോയെന്ന വാർത്ത കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലത്തേക്ക് തൻ്റെ തീരുമാനം മാറ്റിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനിടയിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ബസ്രയിലെ ഭരണാധിപനായ ഗസ്സാൻ ഗോത്രത്തലവന്, അതല്ല റോമൻ ചക്രവർത്തിയായ കൈസറിന് തന്നെ ഒരു കത്ത്
എഴുതുകയുണ്ടായി. ഒരുപക്ഷെ ഈ കത്തിൽ തന്നെയാണ് മേൽപ്പറഞ്ഞ സംഭവത്തെക്കുറിച്ചും, അതായത് ഷാമിലെ ചില ഗോത്രങ്ങൾ ഇസ്ലാമിക പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് തയ്യാറാകുന്നു എന്നും അവർ അകാരണമായി 15 മുസ്ലിങ്ങളെ വധിച്ചിരിക്കുന്നു എന്നും പരാതി ഉന്നയിച്ചത്. ഈ കത്ത് അൽ ഹാരിസ് എന്നു പേരുള്ള ഒരു സഹാബിയുടെ കയ്യിലാണ് കൊടുത്തയച്ചത്. അദ്ദേഹം ഷാമിലേക്ക് പോകുന്ന വഴി മോത്ത എന്ന സ്ഥലത്ത് തങ്ങുകയുണ്ടായി. അവിടെ ഗസ്സാൻ ഗോത്രത്തിലെ തലവൻ സർജിയിൽ അദ്ദേഹത്തെ കാണാനിടയായി. ഹദരത്ത് മുസ്ലിം മോദ് സർജിയിൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇയാൾ കൈസർ നിശ്ചയിച്ച ഭരണാധിപന്മാരിൽപ്പെട്ട ആളായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായ പേര് ഷർജീൽ എന്ന് തന്നെയാണ്. ഒരുപക്ഷെ പകർത്തി എഴുതിയതിൽ തെറ്റുപറ്റിയതായിരിക്കാം. അയാൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിയുടെ സന്ദേശവാഹകനാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. അത് കേട്ടപ്പോൾ അയാൾ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കയറുകൊണ്ട് വരിഞ്ഞു കെട്ടുകയും ശക്തമായി അദ്ദേഹത്തെ പ്രഹരിച്ച് വധിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ഇതിൻ്റെ വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ സംഭവം മനസ്സിലാക്കി തരുന്നത് ഷർജിയിൽ നേരത്തെ 15 സഹാബാക്കളെ വധിച്ച സൈനിക സംഘത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു എന്നാണ്. നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവാഹകനാണോ എന്ന അയാളുടെ ചോദ്യം മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ നാട്ടിലെ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ ആക്രമണം നടത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈസറിനോട് പരാതി ഉന്നയിക്കുമെന്നും അങ്ങനെ രാജാവ് തങ്ങളോട് അതേക്കുറിച്ച് ചോദ്യം ചെയ്തേക്കുമെന്നും അയാൾക്ക് ഭയമുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് സന്ദേശവാഹകനെ കൊല്ലുകയാണെങ്കിൽ സന്ദേശം അവിടെ എത്തുകയോ അതേ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവുകയോ ചെയ്യുന്നതല്ലെന്നും അതാണ് തനിക്ക് അഭികാമ്യമെന്നും അയാൾ കരുതിയിരിക്കാം. പക്ഷേ അള്ളാഹു അയാളുടെ ദുഷ്ടലാക്ക് പൂർത്തിയാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഹാരിസ് മരണപ്പെട്ട വാർത്ത എങ്ങനെയോ എത്തുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിനും ഇതിനു മുമ്പുണ്ടായ സംഭവത്തിനും ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി 3000 പേരടങ്ങുന്ന സൈന്യത്തെ തയ്യാറാക്കി. താൻ സ്വതന്ത്രനാക്കിയ അടിമ ഹസ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ ഷാമിലേക്ക് അയച്ചു. ഈ സന്ദർഭത്തിൽ നബിയുടെ സൈന്യത്തിൻ്റെ ഭരണാധിപന്മാരെ നിയമിക്കുന്നത് സംബന്ധിച്ച പരാമർശവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയെ 3000 പേരടങ്ങുന്ന സൈന്യത്തിൻ്റെ നേതാവായി നിശ്ചയിച്ചു. എന്നിട്ട് പറഞ്ഞു, സെയ്ദ് ഷഹീദാവുകയാണെങ്കിൽ ജാഫർ ബിൻ അബി താലിബ് അമീറാകണം. ജാഫർ ബിൻ അബി താലിബ് ഷഹീദായാൽ അബ്ദുല്ല ബിൻ റവാഹ അമീറാകണം. അദ്ദേഹവും ഷഹീദായാൽ മുസ്ലിങ്ങളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരാളെ നേതാവായി നിശ്ചയിക്കണം. ഒരു യഹൂദിയായ നോമാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അബുൽ ഖാസിം, യഹൂദികൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്? താങ്കൾ നബിയാണെങ്കിൽ താങ്കൾ ആരുടെയെല്ലാം പേര് പറഞ്ഞുവോ അവർ കുറച്ചു പേരാണെങ്കിലും അധികം പേരാണെങ്കിലും എല്ലാവരും ഷഹീദാകുന്നതാണ്. തുടർന്ന് പറഞ്ഞു, ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർ ആരെയെങ്കിലും സമൂഹത്തിന് നേതാവായി നിശ്ചയിക്കുകയും പിന്നെ അയാൾ മരണപ്പെട്ടാൽ ഇന്നയാൾ നേതാവാകണമെന്ന് പറയുകയും ചെയ്താൽ അവർ 100 പേരുടെ പേരാണ് പറഞ്ഞതെങ്കിൽ പോലും അവരെല്ലാവരും കൊല്ലപ്പെടുമായിരുന്നു. പിന്നെ യഹൂദി ഹദ്റത്ത് സെയ്ദിനോട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായ പ്രവാചകനാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒസ്യത്ത് ചെയ്തു പോവുക. അതിന് മറുപടിയായി സെയ്ദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനും പരിശുദ്ധനുമായ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീർമാരെ നിശ്ചയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. ഹദ്റത്ത് ജാഫർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമായിരിക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങ് എന്നെ സെയ്ദിനുമേൽ അമീറായി നിശ്ചയിക്കുമെന്നായിരുന്നു. തുടർന്ന് പറഞ്ഞു, ഞാൻ ഉന്നത കുടുംബമാകുന്നു, അങ്ങ് എന്നെ അമീറായി നിശ്ചയിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ പോവുക, എന്താണ് നന്മയെന്ന് നിങ്ങൾക്കറിയുകയില്ല. പിന്നെ ഒരു വെളുത്ത പതാക സെയ്ദിന് കൊടുത്തു. എന്നിട്ട് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഹാരിസ് ബിൻ ഉമേർ ഷഹീദായ സ്ഥലത്തെത്തി ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അവർ സ്വീകരിക്കുന്നുവെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അവർക്കെതിരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ യാത്ര അയച്ചു, ഉപദേശിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ഇപ്രകാരമാണ്. ജനങ്ങൾ തയ്യാറായി പുറപ്പെട്ടു. മദീനയിൽ നിന്ന് 3 മൈൽ ദൂരെ ജറഫ് എന്ന സ്ഥലത്ത് സൈന്യം ഒരുമിച്ചുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർക്ക് യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി സനിയത്ത് വിദാവ് വരെ വന്നിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടാനും കൂടെയുള്ള മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കെതിരിൽ പടപൊരുതുക. നിങ്ങൾ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യരുത്. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലരുത്. വൃദ്ധന്മാരെയും കൊല്ലരുത്. ഈന്തപ്പനയെയോ മറ്റ് വൃക്ഷങ്ങളെയോ മുറിക്കരുത്. ഒരു തരത്തിലുള്ള വൃക്ഷത്തെയും മുറിക്കരുത്. കെട്ടിടങ്ങൾ നിലംപരിശാക്കരുത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക മേധാവി ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കീങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവരെ 3 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുക. അവർ അതിൽ ഏത് കാര്യം സ്വീകരിച്ചാലും നിങ്ങളത് അംഗീകരിക്കുക. പിന്നെ അവരെ ഒരു നിലയ്ക്കും ബുദ്ധിമുട്ടിക്കരുത്. അവരോട് പറയുക, അവർ തങ്ങളുടെ നാട്ടിൽ നിന്ന് മുഹാജിരീങ്ങളുടെ അഥവാ പലായനം ചെയ്തൊരു നാട്ടിലേക്ക് മാറിപ്പോകേണ്ടതാണ്. അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരോടും പലായനം ചെയ്തവരോട് ചെയ്തതുപോലെ വർത്തിക്കുന്നതാണ്. പലായനം ചെയ്തവർക്ക് മേലുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കും ബാധകമാവുകയുള്ളൂ. ഇനി അവർ അത് നിഷേധിക്കുകയാണെങ്കിൽ അവരോട് പറയുക, മുസ്ലിങ്ങളിൽ നിന്ന് മാറി നാട്ടിന് പുറത്ത് താമസിക്കുക, അതായത് ഗ്രാമീണ വാസികളോടൊപ്പം വസിക്കുക. ആ സന്ദർഭത്തിൽ അവർക്ക് മറ്റു മുസ്ലിങ്ങളോടുള്ള അതേ ദൈവിക കൽപ്പന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അവർ മുസ്ലിങ്ങളുമായി ചേർന്ന് യുദ്ധം ചെയ്യുന്ന കാലം വരെയും അവർക്ക് സമരാർജിത സ്വത്തുക്കളോ യുദ്ധം കൂടാതെ ലഭ്യമായ സ്വത്തുക്കളിൽ നിന്നോ ലഭ്യമാകുന്നതല്ല. ഇനി അവർ അത് നിരാകരിക്കുകയാണെങ്കിൽ അവരോട് ജിസിയ അഥവാ കരം കൊടുക്കാൻ പറയുക. അവർ അതിന് തയ്യാറാവുകയാണെങ്കിൽ അത് സ്വീകരിക്കുക. അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക. ഇനി അവർ ഇത് നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് അവർക്കെതിരെ സഹായം തേടുക. അവർക്കെതിരിൽ ജിഹാദ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും കോട്ടയെയോ പട്ടണത്തെയോ വളയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ റസൂലിനെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ഉത്തരവാദിത്വം നൽകരുത്. അതായത് ഈ പേര് പറഞ്ഞ് അവരോട് ഉടമ്പടി ചെയ്യരുത്. മറിച്ച് സ്വന്തം നിലയ്ക്കോ സ്വന്തം പിതൃവന്മാരുടെ പേരിലോ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആയാൽ നിങ്ങൾ നിങ്ങളുടെ പേരിലോ പിതാക്കന്മാരുടെ പേരിലോ ചെയ്ത ഉടമ്പടി ലംഘിക്കേണ്ടി വരികയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെയും അവൻ റസൂലിൻ്റെയും പേരിൽ ചെയ്ത ഉടമ്പടി ലംഘിക്കുന്നതിനേക്കാളും വളരെ സരളമായ കാര്യമായിരിക്കും. ഹസ്രത്ത് മുസ്ലിം മൗദ് ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉത്തരവിൽ പറഞ്ഞു, സെയ്ദ് ബിൻ ഹാരിസ് സൈനിക കമാൻഡറായിരിക്കും. അദ്ദേഹം കൊല്ലപ്പെടുകയാണെങ്കിൽ ജാഫർ ബിൻ അബി താലിബ് കമാൻഡറാകേണ്ടതാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടാൽ അബ്ദുല്ല ബിൻ റവാഹ കമാൻഡറായിരിക്കും. ഇനി അദ്ദേഹവും കൊല്ലപ്പെടുകയാണെങ്കിൽ മുസ്ലിങ്ങൾ തങ്ങളിൽ നിന്ന് ഒരാളെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കേണ്ടതാണ്. ആ സമയത്ത് ഒരു യഹൂദി ആ സദസ്സിലിരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അല്ലയോ അബുൽ ഖാസിം, താങ്കൾ സത്യവാനാണെങ്കിൽ ഈ 3 പേരും തീർച്ചയായും കൊല്ലപ്പെടുന്നതാണ്. കാരണം അള്ളാഹു തൻ്റെ പ്രവാചകന്മാരുടെ വായിലൂടെ വരുന്ന വാക്കുകൾ തീർച്ചയായും പൂർത്തിയാക്കുന്നതാണ്. പിന്നെ ഹസ്രത്ത് സെയ്ദിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് സത്യമായും പറയട്ടെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനാണെങ്കിൽ നിനക്കൊരിക്കലും ജീവനോട് തിരിച്ചു വരാൻ സാധ്യമല്ല. ഹസ്രത്ത് സെയ്ദ് അതിന് മറുപടിയായി പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനാകുന്നു. അടുത്ത ദിവസം രാവിലെ സൈന്യം പുറപ്പെട്ടു. അവരെ യാത്രയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തൻ്റെ നേതൃത്വത്തിലല്ലാതെ ഇത്രയും വലിയ ഒരു സൈന്യം മറ്റേതെങ്കിലും മുസ്ലിം മേധാവിയുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും സുപ്രധാന കാര്യത്തിന് വേണ്ടി പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തോടൊപ്പം നടക്കുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മദീനയ്ക്ക് പുറത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഫൽ നമസ്കരിച്ചു. ഈ സ്ഥലത്ത് വെച്ചാണ് പൊതുവിൽ മദീനക്കാർ യാത്രികർക്ക് യാത്രയയപ്പ് നൽകാറുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുകയും അവിടെ നിന്ന് സൈനികരെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അള്ളാഹുവിൻ്റെ തഖ്വയെക്കുറിച്ചും നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിങ്ങളുടെ നല്ല രീതിയിൽ പെരുമാറുന്നതിനെക്കുറിച്ചും ഉപദേശിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ യുദ്ധം ചെയ്യുക.
ഷാമിലുള്ള നിങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ശത്രുക്കളോട് യുദ്ധം ചെയ്യുക. നിങ്ങൾ ഷാമിലെത്തിയാൽ അവിടെ നിങ്ങൾക്ക് ആരാധനാലയങ്ങളിലിരുന്ന് അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം. നിങ്ങൾ അവരുമായി യാതൊരു തരത്തിലും ഏറ്റുമുട്ടരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് പ്രയാസമുണ്ടാക്കരുത്. ശത്രുവിൻ്റെ രാജ്യത്തിലേതെങ്കിലും സ്ത്രീയെയോ കുട്ടിയെയോ അന്ധനെയോ വൃദ്ധനെയോ കൊല്ലരുത്. ഒരു തരത്തിലുള്ള വൃക്ഷമോ കെട്ടിടമോ നശിപ്പിക്കരുത്. ഈ ഉപദേശം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും തിരിച്ചു വന്നു. ഇസ്ലാമിക സൈന്യം ഷാമിലേക്ക് പുറപ്പെടുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്ത് ഇതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ എഴുതുന്നു: അള്ളാഹുവിൻ്റെ യുക്തി നോക്കുക, ഈ കാര്യങ്ങളെല്ലാം അതേ വിധത്തിൽ പൂർത്തിയായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാകുമെന്ന് പറഞ്ഞ നേതാക്കന്മാരെല്ലാം ഷഹീദായി. ആദ്യം ഹദ്റത്ത് സെയ്ദും പിന്നെ ഹദ്റത്ത് ജാഫറും സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹവും ഷഹീദായപ്പോൾ ശേഷം ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ റവാഹ സൈനിക നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹവും വധിക്കപ്പെട്ടു. സൈന്യം ചിതറിപ്പോകുമെന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ചില മുസ്ലിങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദ് തൻ്റെ കയ്യിൽ പതാകയേന്തി. അള്ളാഹു അദ്ദേഹം മുഖേന മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും അവർ സ്വസ്ഥമായി തിരിച്ചെത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഇനിയും തുടരുന്നതാണ്. ഈ സമയത്ത് ഞാൻ ഒരു ഷഹീദിനെ കുറിച്ചും ചില മർഹൂമിങ്ങളെക്കുറിച്ചും അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജനാസ ഞാൻ പുറത്ത് നമസ്കരിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. ഷഹീദ് ലൈക് അഹമ്മദ് ചീമ സാഹിബ് കഴിഞ്ഞ ആഴ്ച കറാച്ചിയിലാണ് ഷഹാദത്ത് വരിച്ചത്. ഇദ്ദേഹം ചൗധരി നസീർ അഹമ്മദ് ചീമയുടെ മകനാണ്. ഇദ്ദേഹത്തെ ഏപ്രിൽ 18 ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജനക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. വളരെ നിർദാക്ഷിണ്യം അദ്ദേഹത്തെ ഷഹീദാക്കി. ഷഹീദ് മർഹൂമിൻ്റെ പ്രായം 47 വയസ്സായിരുന്നു. വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവം നടന്ന ദിവസം ശത്രുക്കൾ ജാഥയായി അഹമ്മദിയ ഹാളിന് പുറത്ത് പ്രക്ഷോഭം ഉണ്ടാക്കുന്നതായി അറിയിപ്പ് ലഭിച്ചിരുന്നു. അത് സംബന്ധിച്ച അവസ്ഥകൾ അറിയുന്നതിന് വേണ്ടി ജുമാ ദിവസം ലൈക് അഹമ്മദ് സാഹിബിനെ അയക്കുകയുണ്ടായി. അദ്ദേഹം സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ ആക്രമിച്ചു. കുറച്ചു ദൂരം നാൽക്കവലയിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അവിടെ ഇഷ്ടികകളും കല്ലുകളും കൊണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. വളരെ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെ ഷഹീദാക്കി. മരണാസന്ന ഘട്ടത്തിൽ അടുത്തുള്ളൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ശത്രുക്കൾ അത് ബലമായി തടയുകയുണ്ടായി. സംഭവത്തിന് അരമണിക്കൂർ ശേഷം പോലീസ് അവിടെ എത്തി. അതിനുശേഷം മയ്യത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ അദ്ദേഹം മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ബഹാവൽപൂർ നഗർ ജില്ലക്കാരനായ അദ്ദേഹത്തിൻ്റെ പ്രപിതാമഹൻ ചൗധരി ഹാക്കിം അലി സാഹിബ് ഓഫ് ചിഷ്തിയാൻ മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. അദ്ദേഹത്തിന് ഒന്നാം ഖിലാഫത്ത് കാലത്ത് ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നതിന് സൗഭാഗ്യം ലഭിച്ചു. ഷഹീദ് മർഹൂമിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. വണ്ടികളും മോട്ടോർ സൈക്കിളുകളും അവിടെ നന്നാക്കിയിരുന്നു. ഈ വർക്ക്ഷോപ്പിൻ്റെ ജോലി വളരെ വിപുലമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല പേരും പ്രസിദ്ധിയും കാരണം വിവിധ സർക്കാർ വകുപ്പുകളിലുള്ളവരും തങ്ങളുടെ വണ്ടികൾ നന്നാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ഈ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ ബന്ധങ്ങളും വളരെ വിശാലമായിരുന്നു. അദ്ദേഹം മൂസിയായിരുന്നു. ജമാഅത്തി കാര്യങ്ങൾ ചെയ്യാനും സേവനത്തിനും എപ്പോഴും സന്നദ്ധനായിരുന്നു. തഹജ്ജുദും 5 നേരം നമസ്കാരവും കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. കുട്ടികളെ കൃത്യമായി 5 നേരം നമസ്കാരത്തിന് കൂടെ കൊണ്ടുപോകുമായിരുന്നു. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന അഹമ്മദി ജീവനക്കാരുടെയും വീടുകളിലുള്ള കുടുംബാംഗങ്ങളുടെയും നമസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. ജോലി തിരക്കായിരുന്നിട്ട് പോലും ജോലി ഒഴിവാക്കി നമസ്കാരത്തിന് മുൻഗണന നൽകിയിരുന്നു. ജോലിയിലാണെന്ന് കരുതി നമസ്കാരം മാറ്റിവെക്കുമായിരുന്നില്ല. പൊതുവിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിൽ തിരക്കുള്ളവർ നമസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കാറില്ല. എന്നാൽ അദ്ദേഹം ഒരിക്കലും നമസ്കാരം ബന്ധിക്കുമായിരുന്നില്ല. ആളുകളുമായി വളരെയേറെ ഇടപഴകുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു. എല്ലാവരുമായി സ്വന്തം എന്ന നിലയിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഖിലാഫത്തുമായും ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. MTA പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ചും MTയിൽ വന്നിരുന്ന എൻ്റെ ഖുത്തുബകൾ തീർച്ചയായും കേട്ടിരുന്നു.
ജമാഅത്തി കേസുകൾ പിന്തുടരുന്നതിനും ഡ്യൂട്ടി ചെയ്യുന്നതിനും എപ്പോഴും തയ്യാറായിരുന്നു. ഷഹാദത്ത് സംഭവത്തിന് ഒരു ദിവസം മുമ്പും കോടതിയിൽ എതിരാളികളിൽ നിന്ന് വളരെ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തിന് ഭീഷണികൾ ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് നേരത്തെയും ഭീഷണികൾ ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനോട് അഗാധമായ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം നല്ലപോലെ ഓതാൻ അറിയുമായിരുന്നില്ല. എന്നാൽ പിന്നീട് വലിയ പ്രായത്തിലാണെങ്കിലും അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പിന്നെ സ്ഥിരമായി അത് പാരായണം ചെയ്യാനും തുടങ്ങി. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് റെക്കോർഡിങ്ങുകളും കേൾക്കുമായിരുന്നു. തൻ്റെ വർക്ക്ഷോപ്പിൽ വിശുദ്ധ ഖുർആൻ റെക്കോർഡിംഗ് വെച്ചിരുന്നു. ഷഹാദത്തിന് മുമ്പ് ഒരു സുഹൃത്ത് അയാളുടെ രോഗത്തെ മുൻനിർത്തി രക്തത്തിന് ഏർപ്പാട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ഷഹീദ് മർഹൂം മറുപടിയായി പറഞ്ഞു, ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ തന്നെ വന്ന് രക്തം നൽകുന്നതാണ്. പക്ഷേ ദൈവീംഗിതം മറ്റൊന്നായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഷഹാദത്തിൻ്റെ സ്ഥാനം നൽകി. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ മറിയം ലേക്ക് പറയുന്നു, അദ്ദേഹം എൻ്റെ ആവശ്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. കുട്ടികൾക്ക് നല്ല രീതിയിൽ തർബീയത്ത് നൽകിയിരുന്നു. നമസ്കാരം അനുഷ്ഠിക്കുന്നതിലേക്ക് പ്രത്യേകം ശ്രദ്ധ നൽകുമായിരുന്നു. അദ്ദേഹം 2 ഭാര്യമാരെയും സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും സഹോദരിമാരെ പോലെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഭാര്യ പറയുന്നു, അദ്ദേഹത്തിന് ഭൗതികമായ വിദ്യാഭ്യാസവും കുറവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വലിയ പൊതുവിജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംസാര വിഷയം അധികവും പ്രവാചകന്മാരെക്കുറിച്ചായിരുന്നു. രണ്ടാമത്തെ ഭാര്യ ഫർഹ ലേക്ക് പറയുന്നു, അദ്ദേഹം എനിക്ക് ഒരുപാട് തർബിയത്ത് നൽകിയിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകാതിരുന്ന തർബിയത്തും അദ്ദേഹം വിവാഹത്തിന് ശേഷം 2 വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് നൽകുകയുണ്ടായി. ഷഹീദിൻ്റെ സഹോദരൻ പറയുന്നു, സഹോദരൻ ലേക്ക് ഷഹാദത്ത് കിട്ടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രസ്തുത അനുഗ്രഹം സൗഭാഗ്യവാന്മാർക്കാണ് കിട്ടാറുള്ളത് എന്നും പറയുമായിരുന്നു. എൻ്റെ ജീവത്യാഗത്തിന് സമയം വന്നെത്തിയാൽ ഞാൻ എൻ്റെ നെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുന്നതാണെന്നും പറഞ്ഞിരുന്നു. എത്ര എതിർപ്പിൻ്റെ ഘട്ടമാണെങ്കിലും പള്ളിയിൽ പോയി നമസ്കരിക്കേണ്ടതാണെന്നും ഈ സമയമാണ് ധൈര്യം കാണിക്കേണ്ടതെന്നും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഹിസ്കീലിന് 12 വയസ്സാണ്. പറയുന്നു, ഒരിക്കലും ഭയപ്പെടരുത് എന്ന് എൻ്റെ പിതാവ് എന്നോട് എപ്പോഴും ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഷഹാദത്തിൽ ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. വളരെ ധൈര്യമാണ്, വളരെ സബറാണ് ആ കുട്ടി കാണിച്ചത്. പറയുന്നു, ഞാനും എൻ്റെ പിതാവിനെ പോലെ ധൈര്യം കാണിക്കുന്നതാണ്. നെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തിൽ 2 ഭാര്യമാരെ കൂടാതെ 7 മക്കളും ഒരു സഹോദരിയും ഒരു ചെറിയ സഹോദരനുമുണ്ട്. മൂത്ത മകൾക്ക് 17 വയസ്സാണ് പ്രായം. ചെറിയ മകൾക്ക് 1.5 വയസ്സായി. അദ്ദേഹം ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു കുട്ടി കൂടി ഉണ്ടാകുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഭാര്യ പറയുകയാണ്, ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അള്ളാഹു എനിക്ക് സന്താന സൗഭാഗ്യം നൽകുന്നതായി അറിയാൻ കഴിഞ്ഞു. ഹൽക്കയിലെ മുറബി പറയുന്നു, മർഹൂം 5 നേരം കൃത്യമായി സെൻട്രലിൽ വന്ന് നമസ്കരിക്കുന്ന ആളായിരുന്നു. നഫലായ ഇബാദത്തുകളും അനുഷ്ഠിച്ചിരുന്നു. ഖിലാഫത്തിനനുസരിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. സാധു സംരക്ഷകനായിരുന്നു. അള്ളാഹുവിൻ്റെയും അടിയാറുകളുടെയും കടമകൾ യഥാവിധി നിർവഹിക്കുന്നതിന് പരമാവധി ശ്രമിക്കുന്ന ആളായിരുന്നു. വഴി നടക്കുമ്പോൾ പോലും ആവശ്യക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുമായിരുന്നു. ആരുടെയെങ്കിലും വണ്ടി കേടാണെന്ന് കണ്ടാൽ വഴിയിലാണെങ്കിലും അവർ സഹായിക്കുമായിരുന്നു. ആവശ്യക്കാരെ നിശബ്ദമായി സഹായിച്ചിരുന്നു. നന്മയിൽ സ്ഥിരതയുണ്ടായിരുന്നു. എല്ലാ നിലയ്ക്കും നിസ്വാർത്ഥമായി സേവനം ചെയ്തിരുന്നു. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ പൂർണ്ണമായും വിശ്വാസമുണ്ടായിരുന്നു. തൻ്റെ എല്ലാ പ്രവർത്തനവും വിജയവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. സാഹചര്യങ്ങളുടെ ഞെരുക്കവും എതിർപ്പും ഉണ്ടായിട്ടും എപ്പോഴും നമസ്കാരങ്ങൾ യഥാസമയം ജമാഅത്തായി സെൻട്രൽ വന്ന് അനുഷ്ഠിക്കുമായിരുന്നു. സൗമ്യശീലനായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് വല്ലതും പറഞ്ഞാൽ അദ്ദേഹം നിശബ്ദനാകുമായിരുന്നു. തിരിച്ചു മറുപടി കൊടുക്കുന്നതിന് പകരം പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് വിട്ടുമാറുമായിരുന്നു. മാൽ സെക്രട്ടറിയോ അതോ ജമാഅത്ത് സദറോ എഴുതുന്നു, ഒരിക്കൽ ഞങ്ങളുടെ കണക്കുകൾ തെറ്റിയത് കാരണം അബദ്ധവശാൽ ഞങ്ങൾ അദ്ദേഹത്തോട് ചന്ത കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും ചോദിക്കാതെ കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്തു. വലിയൊരു സംഖ്യയായിരുന്നു. 1,00,000 രൂപയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അറിയിപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു,
ഞങ്ങളുടെ കണക്കുകൾ തെറ്റിയതാണ്. താങ്കൾക്ക് കുടിശ്ശികയൊന്നുമില്ല. ഇത് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള അധിക തുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തതാണ്. ഇനി ഞാൻ അത് തിരിച്ചു വാങ്ങുന്നതല്ല. അദ്ദേഹം കുടുംബസമേതം വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരുന്നു. ഇത് സംബന്ധിച്ച് എഴുതുന്ന ആൾ പറയുന്നു, ഒരു ദിവസം മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ വിദേശ രാജ്യത്തേക്ക് മാറുകയാണ്. അവിടെ മതപരമായ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ആഗ്രഹം കുട്ടികളെ കൊണ്ട് ബാങ്കും തക്ബീറും ഉയർന്ന ശബ്ദത്തിൽ നല്ല ഈണത്തിൽ പഠിപ്പിക്കണമെന്നാണ്. അങ്ങനെ അവിടെ വീട്ടിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ കൃത്യമായി ബാങ്ക് കൊടുക്കാനും നമസ്കരിക്കാനും കഴിയണം. അള്ളാഹു ഷഹീദിൻ്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യാമക്കളെയും തൻ്റെ സംരക്ഷണയിലാക്കുമാറാകട്ടെ. ശത്രുക്കളെ പിടികൂടുന്നതിന് എത്രയും വേഗം സാഹചര്യമൊരുക്കുമാറാകട്ടെ. ഇന്നും ഒരറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഖുസൂർ എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു അഹമ്മദി യുവാവിനെ ഷഹീദാക്കിയിരിക്കുന്നു. വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അള്ളാഹു അക്രമികളെ എത്രയും വേഗം പിടികൂടുന്നതിന് സാഹചര്യമുണ്ടാക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി ഇനി അള്ളാഹു മസ്ജിക്കും കുല്ലമു മസ്ജിക്കൻ വസഹീഖും തസീഖ എന്ന ദുആ മാത്രമാണുള്ളത്. രണ്ടാമത്തെ അനുസ്മരണം അമത്തുൽ മുസവ്വിർ നൂരി സാഹിബയുടേതാണ്. ഇവർ ഡോക്ടർ മസൂദുൽ ഹസൻ നൂരി സാഹിബിൻ്റെ ഭാര്യയാകുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ ഹസ്രത്ത് മിർസ ഷരീഫ് അഹമ്മദ് സാഹിബിൻ്റെ പൗത്രിയും ഹസ്രത്ത് നവാബ് അമത്തുൽ ഹഫീസ് ബേഗം സാഹിബയുടെ ദൗഹിത്രിയും മിർസ ദാവൂദ് അഹമ്മദ് സാഹിബിൻ്റെ മകളുമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇവർ എൻ്റെ പിതൃവിൻ്റെ മകളായിരുന്നു. ഡോക്ടർ മസൂദുൽ ഹസൻ നൂരി പറയുന്നു, ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഞങ്ങളുടെ വിവാഹം നേരിട്ട് നടത്തിയതാണ്. അദ്ദേഹം അവരോടോ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചിരുന്നില്ല. എൻ്റെ പിതാവിനോട് എന്നെ സംബന്ധിച്ച് വിവാഹം നടത്തട്ടെ എന്ന് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് കേണൽ ദാവൂദ് സാഹിബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഖലീഫത്തുൽ മസീഹ് സാലിസിനോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ദിവസം ഇസ്തിഖാർ ചെയ്യട്ടെ. ഹുസൂർ പറഞ്ഞു, ഞാൻ ഇസ്തിഖാർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഇസ്തിഖാർ ചെയ്യേണ്ട കാര്യമില്ല. വിവാഹം നടത്തുക. ഏതായാലും വിവാഹം നടന്നു. പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 51 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ സ്നേഹത്തോടെയും അനുസരണത്തോടെയും സൗഹൃദമായ അന്തരീക്ഷത്തിലുമാണ് കഴിഞ്ഞുകൂടിയത്. നമസ്കാരങ്ങളും ഇബാദത്തുകളും ചെയ്യുന്നതിൽ കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. സാധു സംരക്ഷകയും അതിസൽക്കാരപ്രിയയും അള്ളാഹുവിൽ ഒരുപാട് ഭരമേൽപ്പിക്കുന്ന വ്യക്തിയുമായിരുന്നു. കുറച്ചു കാലമായി വിശുദ്ധ ഖുർആൻ വളരെ ആഴത്തിൽ പാരായണം ചെയ്യുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. ജമാഅത്തിലെ വിവിധ പണ്ഡിതന്മാരോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. വിവിധ മതങ്ങളെക്കുറിച്ചും പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഡോക്ടർ സാഹിബ് പറയുന്നു, ഞാൻ വഖഫ് ചെയ്യുന്നതിലും എൻ്റെ വിദ്യാസമ്പാദനത്തിലും അവർക്ക് വലിയ പങ്കുണ്ട്. എന്തെങ്കിലും സന്തോഷാവസരമാണെങ്കിൽ അല്ലെങ്കിൽ ഉല്ലാസത്തിന് പോവുകയാണെങ്കിൽ എനിക്ക് ആശുപത്രിയിലോ വല്ല എമർജൻസിയും വന്നാൽ അവർ സ്വയം ത്യാഗം ചെയ്യാനും തയ്യാറായിരുന്നു. ഞാനും പോകുന്നില്ലെന്ന് അവർ പറയുമായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2-3 വർഷത്തോളം വളരെയേറെ രോഗിണിയായിരുന്നു. വളരെ ക്ഷമയോടെ തൻ്റെ രോഗത്തെയും ബുദ്ധിമുട്ടിനെയും സഹിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും അത് വെളിപ്പെടുത്തിയില്ല. അവരുടെ മകൻ ഡോക്ടർ ഖാലിദ് നൂരി അമേരിക്കയിലാണ്. ഇദ്ദേഹവും താൽക്കാലിക വഖഫിൽ ഫദ്ലെ ഉമർ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. പറയുന്നു, എൻ്റെ മാതാവ് ജമാഅത്തിൻ്റെ വളരെ ആത്മാർത്ഥതയുള്ള സേവകയായിരുന്നു. ഖിലാഫത്തിനോട് അനിതര സാധാരണമായ സ്നേഹവും വിശ്വാസവും ബന്ധവും ഉണ്ടായിരുന്നു. അവരൊരിക്കലും അനാവശ്യമായ കാര്യങ്ങളിൽ, അതായത് കളവ്, ഏഷണി, പരദൂഷണം തുടങ്ങിയവയിൽ ഒന്നും ഏർപ്പെടുമായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ എല്ലാ അർത്ഥത്തോടെയും പാരായണം ചെയ്തിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്തിരുന്നു. തസ്കിറ വളരെ ആഴത്തിൽ വായിച്ചിരുന്നു. അതെല്ലാ സമയത്തും തൻ്റെ പക്കൽ വെച്ചിരുന്നു. ചരിത്രപരമായ കാര്യങ്ങൾ സ്വരുക്കൂട്ടുന്നതിൽ വലിയ താല്പര്യം ആയിരുന്നു. കാഴ്ച ബംഗ്ലാവുകളിലെ ക്യൂരിറ്റേഴ്സിനോടും ഗവേഷകരോടും അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ താല്പര്യത്തിൽ അവരെന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റബവിയിൽ അരുവിയുടെ അടുത്ത് മലയോരത്ത് അവർ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും അന്വേഷിക്കുകയും ഭൂമി ഖനനം നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ ലണ്ടനിൽ വന്നപ്പോൾ
എന്നോടും ഈ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രസ്തുത സാധനങ്ങൾ എനിക്ക് കാണിച്ചു തരികയും ചെയ്തിരുന്നു. അവരുടെ മകൻ തുടർന്നെഴുതുന്നു, അവർ പരിമിതമായ ചെലവിൽ കഴിയുന്ന ആളുകളുടെ വിവാഹങ്ങൾ നല്ലപോലെ നടത്തുന്നതിന് സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. എല്ലാ തൊഴിലാളികളുടെയും മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പെൺമക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റിയെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു. അവരെ കാണുമ്പോൾ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുമായിരുന്നു. അവരുടെ മകൾ മുബാറക്ക പറയുന്നു, എൻ്റെ ഉമ്മാക്ക് വായനയിൽ വലിയ താല്പര്യമായിരുന്നു. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളും ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഹിന്ദു മതത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും വിവിധ വിഷയങ്ങളും വായിക്കുമായിരുന്നു. അതേ സംബന്ധിച്ച് നല്ലപോലെ അറിവ് കരസ്ഥമാക്കിയിരുന്നു. വഖഫ് ചെയ്തവരെ വളരെയേറെ ആദരിച്ചിരുന്നു. എൻ്റെ പിതാവിനെയും എപ്പോഴും പിന്തുണച്ചിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ഡോക്ടർ സാഹിബ് വഖഫ് ചെയ്തപ്പോൾ അവരും ഇവിടേക്ക് വരികയുണ്ടായി. വാസ്തവത്തിൽ അതിനുശേഷം അദ്ദേഹത്തിന് ഭൗതികമായി നേട്ടമുള്ള ജോലികൾ ലഭിക്കുമായിരുന്നു. പറയുന്നു, എൻ്റെ പിതാവിൻ്റെ അനഹമതി കുടുംബക്കാരും വന്ന് അനുശോചനം നേർന്നപ്പോൾ പറഞ്ഞു, അവർ കുടുംബങ്ങളെ നല്ലപോലെ യോജിപ്പിക്കുന്ന മഹതിയായിരുന്നു. എല്ലാവരുമായി ബന്ധം വെച്ചിരുന്നു. അവർ എന്നെയും എങ്ങനെ ഉപദേശിച്ചിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പറയരുത്. നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാലത്തിൻ്റെ ഖലീഫയ്ക്ക് എഴുതുക. പിന്നെ അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളനുസരിച്ച് തീർച്ചയായും പ്രവർത്തിക്കുക. പെൺകുട്ടികളോട് വഴക്കുകൂടി സമയം കളയരുത് എന്ന് പറയുമായിരുന്നു. താഹിർ ഹാർട്ടിലെ ഡ്രൈവർ ജലാലുദ്ദീൻ അഹമ്മദ് ഖാൻ പറയുന്നു, വളരെ നന്മയുള്ള സൽസ്വഭാവിയായ സഹാനുഭൂതിയുള്ള സാധു സംരക്ഷകയായ മഹതിയായിരുന്നു. യാത്രയിലുടനീളം ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. യാത്രയിൽ വിശുദ്ധ ഖുർആൻ CD ഇടുമായിരുന്നു. യാത്രയിൽ മുഴുവനും വിശുദ്ധ ഖുർആനും അതിൻ്റെ തർജ്ജമയും കേൾക്കുമായിരുന്നു. പറയുന്നു, എൻ്റെ ഭാര്യ മക്കളെയും നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. വലിയ പട്ടണങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമാബാദ് പിണ്ടിയിലെ കച്ചവടക്കാർ സ്ഥിരം വന്നു പോകുന്നതുകൊണ്ട് അവരറിയുമായിരുന്നു. അവരോട് വളരെ കാലത്തിന് ശേഷമാണല്ലോ വന്നത് എന്ന് പറഞ്ഞിരുന്നു. ആദ്യം അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ റബുവിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്നു. അവിടെ ജമാഅത്തിൻ്റെ ആശുപത്രിയുണ്ട്. എൻ്റെ ഭർത്താവ് അവിടെ ജോലി ചെയ്യുന്നു. യാതൊരു ഭയവും കൂടാതെ ഇതെല്ലാം അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ സമയത്ത് വളരെ അസ്വസ്ഥമാകുമായിരുന്നു. അള്ളാഹു അവരോട് കരുണയോടെയും പുറമയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഹസൻ സാനുഗോ അബൂബക്കർ സാഹിബിൻ്റേതാണ്. അദ്ദേഹം ബുർക്കിന ഫാസയിലെ ലോക്കൽ മുബല്ലിഗായിരുന്നു. കഴിഞ്ഞ ദിവസം 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ റമദാനിൽ എല്ലാ ദിവസവും ജൂല ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ദർസ് കൊടുത്തിരുന്നു. ഈ ദർസ് ഇസ്ലാമിക് അഹമ്മദിയ റേഡിയോയിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. വഫാത്തിന് ഒരു ദിവസം മുമ്പ് മാർച്ച് 22-ാം തീയതിയും അദ്ദേഹം ദർസ് കൊടുത്തിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം ബുർക്കിനോ ഫാസയിലെ ബൂബു ജലാസു എന്ന സ്ഥലത്ത് നിന്നാണ് കരസ്ഥമാക്കിയത്. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി മൊറട്ടാറയിലേക്ക് പോയി. അവിടെ പഠിച്ചതിന് ശേഷം ഉപരിപഠനത്തിനു വേണ്ടി മിസ്റിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. അറബി ഭാഷയിൽ ഉന്നത വിദ്യാഭ്യാസവും അതിൽ നല്ലപോലെ സംസാരിക്കുന്നതിനുള്ള പ്രാവീണ്യവും നേടിയിട്ടാണ് തിരിച്ചു വന്നത്. അറബി ഭാഷയിൽ നല്ല വിൽപ്പത്തി ഉണ്ടായിരുന്നു. നല്ല ശുദ്ധമായ ഭാഷ ഉപയോഗിച്ചിരുന്നു. തിരിച്ചു വന്ന ശേഷം ഐവറി കോസ്റ്റിൽ താമസമാക്കി. ഇവിടെ ഒരു മദ്രസ സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല. തീപ്പൊരി പ്രസംഗവും നല്ല അവതരണവും കാരണം പ്രസിദ്ധനായി. അഹമ്മദി മുബല്ലിഗുമാർ ഈ പ്രദേശത്ത് തബ്ലീഗിന് വന്നപ്പോൾ എതിരാളികൾ അഹമ്മദികളെ നേരിടുന്നതിന് വേണ്ടി അബൂബക്കർ സാഹിബിനെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് തൻ്റെ ഭാഷാ പ്രാവീണ്യത്തിൽ നല്ല ഗർവുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം പറയുന്നു, ചർച്ച ആരംഭിച്ചു. അതിൽ വലിയ ജുബയും ധരിച്ചുകൊണ്ട് ഞാൻ അന്ന് അഹമ്മദിയത്തിനെ പരാജയപ്പെടുത്തുമെന്ന ഗർവോടുകൂടി വരികയുണ്ടായി. അങ്ങനെ ആളുകൾക്കിടയിൽ പ്രസിദ്ധനാകാമെന്നും വലിയ സ്ഥാനം കിട്ടുമെന്ന് ധരിച്ചു. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ നന്മ വെച്ചിട്ടുണ്ടായിരുന്നു. അഹമ്മദികളുടെ ഭാഗത്താണ് സത്യമെന്നും തെളിവുകൾ അവരുടെ പക്കലാണെന്നും അദ്ദേഹം വേഗം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് അൽ ഖൗലു സരീഹ് എന്ന പുസ്തകം നൽകി. അത് വായിച്ച ശേഷം ആബിജാനിൽ ഉള്ള അഹമ്മദിയ മുബല്ലിഗ് അബ്ദുറഹ്മാൻ കനാത്തെ സാഹിബുമായിട്ടാണ് അദ്ദേഹത്തിന് സംവാദം നടന്നത്. അള്ളാഹു അദ്ദേഹത്തിന് നേർമാർഗം കാണിച്ചു കൊടുത്തു.
എത്രയും വേഗം അദ്ദേഹം തൻ്റെ അടുത്തോടു കൂടി അഹമ്മദിയത്ത് സ്വീകരിച്ചു. അദ്ദേഹം 1986 ബയ്യത്ത് ചെയ്തത്. അന്ന് അദ്ദേഹം യുവാവായിരുന്നു. 25-26 വയസ്സായിരുന്നു പ്രായം. ബയ്യത്തിന് ശേഷം തൻ്റെ മദ്രസയും തൻ്റെ പ്രസിദ്ധിയും എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. അന്ന് ഫ്രഞ്ച് അഹമ്മദിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഹ്രസ്വകാല കോഴ്സ് ആരംഭിച്ചിരുന്നു. അദ്ദേഹം അതിൽ പ്രവേശനം നേടി. ജീവിതം വഖഫ് ചെയ്തു. വളരെ വേഗം അദ്ദേഹം ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ മുബല്ലിഗായി മാറി. തൻ്റെ മാതൃഭാഷയായ ജൂലിയിൽ പ്രഭാഷണത്തിന് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. നല്ല വലിയ ശബ്ദത്തിനുടമയും തീപ്പൊരി പ്രാസംഗികരുമായിരുന്നു. വളരെ വേഗം ശ്രോതാക്കളെ കയ്യിലെടുത്തിരുന്നു. 1990 ഷാഹിദ് സാഹിബിനെ ബുർക്കിനോഫാസോയിൽ നിയമിച്ചു. അദ്ദേഹം അബൂബക്കർ സാനുഗോ സാഹിബിനെയും ഐവറി കോസ്റ്റിൽ നിന്ന് കൊണ്ടുവരാൻ അനുമതി വാങ്ങി. ഇവിടെ അദ്ദേഹം തബ്ലീഗ് ജിഹാദിൽ ഭാഗവാക്കായി. ജൂലി ഭാഷ സംസാരിക്കുന്നവരുടെ വളരെ വേഗം വിജയങ്ങൾ ലഭിച്ചു തുടങ്ങി. ഇവിടെ തബ്ലീഗ് മുഖേന നിരവധി പുതിയ ജമാഅത്തുകൾ സ്ഥാപിതമായി. 1999 ബുർക്കിനോഫാസോയിലെ ഡോറി എന്ന പ്രദേശത്ത് അദ്ദേഹത്തെ അയക്കുകയുണ്ടായി. ഇവിടെയാണ് നമ്മുടെ ഷഹാദത്തുകൾ നടന്നത്. ഈ പ്രദേശത്ത് അറബി ഭാഷയിൽ സംസാരിക്കുന്നത് സർവ്വസാധാരണമാണ്. ഇവിടെയുള്ള പണ്ഡിതന്മാർ തങ്ങളുടെ അറബി പ്രാവീണ്യം കാണിച്ചുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹം വലിയ വലിയ പണ്ഡിതന്മാരുമായി സംവാദം നടത്തുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വിദൂര ഗ്രാമങ്ങളിലും തബ്ലീഗ് ചെയ്തു. അനഹമ്മദി പണ്ഡിതന്മാർ അദ്ദേഹത്തിന് മുന്നിൽ വരുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. അദ്ദേഹവുമായി സംവാദം നടത്താൻ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം ആ പ്രദേശത്ത് മുഴുവനും വലിയ ഷേഖും ആലിമും എന്ന പേരിൽ പ്രസിദ്ധനായി. വളരെ വിപുലമായ രീതിയിൽ ഈ പ്രദേശത്ത് ജമാഅത്തുകൾ സ്ഥാപിതമായി. അതുപോലെ 1991 അദ്ദേഹം ഇമാം ഇബ്രാഹിം ബദീഖ സാഹിബുമായി ബന്ധപ്പെട്ടു. മദിയാബാദിൽ ഇദ്ദേഹവും കൂട്ടുകാരുമാണ് ഷഹീദായത്. അവർ ബയ്യത്ത് ചെയ്തു. 2023 ഷഹാദത്ത് കൊണ്ട് അഹമ്മദിയത്തിന് പ്രശോഭിതമായ നക്ഷത്രങ്ങളായി മാറുകയും ചെയ്തു. 2012 ജമാഅത്തിൻ്റെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമായപ്പോൾ അബൂബക്കർ സാഹിബ് ഈ റേഡിയോയിലെ പ്രഥമ പ്രാസംഗികനായിരുന്നു. അദ്ദേഹം വളരെ ആവേശമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ തബ്ലീഗ് മുഖേന ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സന്ദേശമെത്തി. ആയിരക്കണക്കിന് ആളുകൾക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. വർഷങ്ങളോളം ജമാഅത്തിൻ്റെ ദേശീയ പ്രവർത്തക സമിതിയിലും സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. മരണസമയത്ത് അദ്ദേഹം വിവാഹകാര്യ സെക്രട്ടറി ആയിരുന്നു. 2012 അദ്ദേഹത്തെ മാലിയിലെ പട്ടണമായ സക്കാസോയിൽ നിയമിച്ചു. ഇവിടെ അദ്ദേഹത്തിന് അസാധാരണമായ സേവനത്തിന് അവസരം ലഭിച്ചു. 2019 ജലാസോ എന്ന സ്ഥലത്ത് ഏതാനും യുവാക്കൾ ജമാഅത്ത് സംവിധാനത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ച് ബുബു ജലാസോയിലേക്ക് അയക്കുകയും അവിടെ നിയമിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹത്തെ ജമാഅത്ത് സദറായി നിയമിച്ചു. അദ്ദേഹം വളരെ തൻ്റെ ഇടത്തോടെയും യുക്തിഭദ്രമായും പ്രയത്നത്തോടെയും ദുആകൾ മുഖേനയും അവിടെയുള്ള ഫിത്നകൾ ഇല്ലാതാക്കി. എല്ലാ ആളുകളും പുനർബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. സന്തപ്ത കുടുംബത്തിൽ മാതാവും ഭാര്യയും സഹോദരനും 3 മക്കളും പേരക്കിടാങ്ങളും ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷ കൊലിഹരി പറയുന്നു, അദ്ദേഹം എപ്പോഴും ഇസ്ലാമിക സേവനത്തിന് തയ്യാറായിരുന്നു. ആരോഗ്യം മോശമായിരുന്നിട്ടും എപ്പോഴും ജമാഅത്തി പ്രോഗ്രാമിനും തബ്ലീഗ് പര്യടനങ്ങൾക്കും മുൻഗണന നൽകിയിരുന്നു. അവർ പറയുന്നു, ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാകുമ്പോൾ കുറച്ച് വിശ്രമിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം, ഞാൻ ജീവിതം വഖഫ് ചെയ്തതാണ്, എൻ്റെ അവസാന ശ്വാസം വരെയും ദീനീ സേവനത്തിൽ വ്യാപൃതനായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ വിവാഹം നടന്നതു മുതൽ ഞാൻ കണ്ടത് അദ്ദേഹം ഇന്ന് എനിക്ക് അസുഖമാണ്, അതുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നില്ല എന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിന് എപ്പോഴും ജമാഅത്ത് പ്രശ്നങ്ങൾക്കോ സേവനത്തിനോ വേണ്ടി പോകേണ്ടി വന്നാലും ഉടൻ തന്നെ പോകുമായിരുന്നു. ഞാൻ രോഗിണിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നവരോടും ബന്ധുക്കളോടും അയൽക്കാരോടുമെല്ലാം വളരെ നല്ല രീതിയിൽ വർത്തിച്ചിരുന്നു. ഓരോരുത്തരെയും സ്നേഹപൂർവ്വം പരിഗണിച്ചിരുന്നു. വളരെ മാതൃകായോഗ്യനായ വ്യക്തിയായിരുന്നു. വിശുദ്ധ ഖുർആനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുരാഗിയുമായിരുന്നു. ഇതാണ് ഒരു വാഖിഫെ സിന്ദഗിയുടെ ജീവിതം, മുറബിയുടെ ജീവിതം. ഇത് നമ്മുടെ മുറബിമാർ എല്ലാ സമയത്തും അവലംബിക്കേണ്ടതുമാണ്. അള്ളാഹു ഇത്തരം ആത്മാവുള്ള വഖഫിൻ്റെ ആത്മാവുള്ള ആളുകളെ
ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ബുർക്കിനോ ഫാസോയിലെ മുൻ അമീർ ഇദ്രീസ് ഷാഹി സാഹിബ് എഴുതുന്നു, അദ്ദേഹം വളരെ ശ്രമകരമായി തബ്ലീഗ് പ്രവർത്തനങ്ങൾ നല്ലപോലെ ചെയ്തുകൊണ്ടിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖവുമായി വൈജ്ഞാനിക രംഗത്ത് നല്ല തെളിവുകൾ മുഖേന എല്ലാ സമയത്തും സേവനത്തിൻ്റെ ഉന്നത നിലവാരങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ലോക്കൽ മുബല്ലിഗ് ദുറാബുൽ ഹസൻ പറയുന്നു, ഉസ്താദ് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയായിരുന്നു. ഒരു ദിവസം സൂറ അഹ്സാബിലെ 38-ാമത്തെ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസ്രത്ത് സൈനബുമായുള്ള വിവാഹത്തെ സംബന്ധിച്ച് അനഹമദി പണ്ഡിതന്മാരുടെ തലയും വാലുമില്ലാത്ത വിവരണം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രു വരികയുണ്ടായി. ഈ ആളുകൾ അറിവില്ലാതെ അനാവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്. ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും പ്രവാചക നിന്നയല്ല. എന്നാൽ അഹമ്മദികൾ ആദരിക്കുകയാണെങ്കിൽ പോലും അത് പ്രവാചക നിന്നയായി എണ്ണപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിക്കുന്നത് പോലും പ്രവാചക നിന്നയാണത്രേ. അദ്ദേഹം തുടരുന്നു, യാത്രയിലാണെങ്കിലും കൃത്യമായി തഹജ്ജുദ് അനുഷ്ഠിച്ചിരുന്നു. ഖിലാഫത്തിനോട് ആത്മാർത്ഥമായ ബന്ധമുണ്ടായിരുന്നു. ആരെങ്കിലും ജമാഅത്ത് സംവിധാനത്തിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഊരിപ്പിടിച്ച വാളുപോലെ ജമാഅത്തി സംവിധാനത്തെ പ്രതിരോധിക്കാൻ മുന്നിൽ വരുമായിരുന്നു. ആരോടും ഒരിക്കലും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദുആകളുടെ അവകാശികളാക്കുമാറാകട്ടെ. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.